ഒട്ടും പ്ലാനിങ് ഇല്ലാത്തൊരു ഔട്ടിംഗ് ആയിരുന്നു ഇന്ന് വൈകുന്നേരം. കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് ഇതാ ഏട്ടാ ഞാൻ തടിച്ചു എന്നും പറഞ്ഞു പരാതി പറയുമ്പോഴാണ് കെട്ടിയോന്റെ ആഗമനം. ആൾക്ക് ഞാൻ ഇപ്പൊ തടിച്ചിരുന്നാലും മെലിഞ്ഞിരുന്നാലും യാതൊരുവിധ കുഴപ്പമില്ല. വീട്ടിൽ വന്ന് കയറിയ പാടെ ഏട്ടന്റെ ഫ്രണ്ട് മണി വിളിച്ചിട്ട് പറഞ്ഞു പെങ്ങന്മാരുടെ മക്കളൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്, അവരിടുന്ന് പുറത്തു പോകണം, കൂട്ടത്തില് ഞങ്ങളേനും കൂട്ടി. എങ്ങനെയെന്ന് അറിയില്ല അവൻ ഈ പെങ്ങന്മാരെ മക്കൾ ഹാൻഡിൽ ചെയ്യണത്. ഉള്ള രണ്ടെണ്ണത്തിനെ മെരിക്കാൻ പാടുപെടുന്നത് എനിക്ക് ഏട്ടന് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ കല്യാണം പോലും കഴിക്കാത്തവൻ പെങ്ങന്മാരുടെയും ഏട്ടന്റെയും മക്കളെനൊക്കെ ഹാൻഡിൽ ചെയ്യണത് അത് അവനൊരു കഴിവ് തന്നെയാണ് കേട്ടാ. ആദ്യം തന്നെ ഞങ്ങൾ പോയത് പൊന്നാനി ബീച്ചിലേക്ക് കേട്ടാ. ഞങ്ങളുടെ ഏരിയയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന 2 ബീച്ച് എന്ന് പറയുന്നത് ഒന്ന് പൊന്നാനി ബീച്ചും മറ്റേത് പെരിയമ്പലം ബീച്ചുമാണ്. പേഴ്സണലി എനിക്കിഷ്ടം പെരിയമ്പലം ബീച്ചിലേക്ക് പോകാനാണ്. പക്ഷെ അവർ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഹാർബറിലോട്ട് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മീൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാന്ന് പറഞ്ഞു. പക്ഷെ ബോട്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. മീനായിട്ട് വന്നത് കുറെ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരെണ്ണം വന്നു. പക്ഷെ അതില് അവര് നാളെ രാവിലേക്ക് അതൊക്കെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ബോട്ടിന്റെ അടിയിൽ തന്നെ അവർക്കൊരു സ്ഥലം ഉണ്ട് അത്ര മീനൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയത് ഫ്രീസർ പോലെ. അപ്പൊ അത് മീനൊക്കെ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കുറെ നേരമൊന്നും ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. കാരണം നമ്മുടെ പുലിവൽക്കല്യാണത്തില് സലീമേട്ടൻ പറയുന്ന പോലെ കൊച്ചി എത്തി എന്ന് പറയുന്ന പോലത്തെ ഒരു സ്മെല്ലായിരുന്നു. വല്ലാത്തൊരു സ്മെല്ലായിരുന്നു. ഞങ്ങളിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങനെ തിരിച്ച് കാറിൽ വരുമ്പോൾ കട്ട്ലേറ്റും മുട്ടപ്പത്തിരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഹാപ്പി, പിള്ളേരും ഡബിൾ ഹാപ്പി. ബീച്ചിൽ പോയിട്ടും ഉപ്പിലിട്ടതും ഐസ്ക്രീമും കഴിക്കാൻ പറ്റാത്തതിന്റെ ക്ഷീണം കാറിലിരുന്ന് തിന്ന് ഞങ്ങളങ്ങ് തീർത്തു.